ഹായ്, ഗുഡ് മോർണിംഗ്. ചേച്ചി ഇന്ന് വന്നത് ഒരു ഒരു മുട്ട റോസ്റ്റ്, അതായത് ചേച്ചി ഉണ്ടാക്കുന്ന വിധം എല്ലാവർക്കും എല്ലതും അറിയാം. അപ്പോൾ നിങ്ങളെല്ലാം വീഡിയോ കാണണം മക്കളെ. ചേച്ചി ഇന്നും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇത് ഇഞ്ചി ഇട്ട ഒരു പൊട്ടി ഇഞ്ചി, ഒരു 2 മുട്ട എടുത്തിരിക്കുന്നത്. 2 മുട്ടയ്ക്ക് ഒരു തക്കാളി, ഒരു ചെറിയ വലിയ ഉള്ളി ഒരെണ്ണം, പിന്നെ കറുവേപ്പില. ഇത് കാന്താരി മുളകാണ് കേട്ടോ. പറഞ്ഞല്ലോ, അത് ഞാൻ 2 മുട്ട എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് സ്റ്റവ് കത്തിക്കാം കേട്ടോ. ചേച്ചി ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ്. ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ, നമുക്കും എടുക്കണം എന്നൊക്കെ. പക്ഷെ ഒറ്റയ്ക്കായതുകൊണ്ടാണ്. എൻ്റെ മക്കൾ ക്ഷമിക്കണം. അപ്പോൾ ചട്ടി ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം അല്ലേ. എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചു. അപ്പോൾ അരിമുളകും ഇഞ്ചി ഇട്ടു കേട്ടോ ചേച്ചി. അപ്പോൾ അരിമുളകും ഇഞ്ചി ഇട്ടിട്ട് ഇതൊന്ന് ഇതാവട്ടെ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം കേട്ടോ മക്കളെ. ചേച്ചിനോട് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് ബ്രൗൺ കളർ ആവണം. ചേച്ചി കുറച്ചേ ഉണ്ടാക്കുള്ളൂ. എന്തെങ്കിലുമൊക്കെ വീഡിയോ നമ്മൾ എടുത്ത് ഇടുന്നത്, ദിവസം ഓരോന്നും ഇടാനും ഇല്ല മക്കളെ. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ചേച്ചിക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോൾ എന്താ പറയുക, ഈ ഉള്ളി ഒന്ന് ബ്രൗൺ കളറാകാൻ നമ്മളെ സഹായിക്കും. നമുക്കിതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. എന്താ അറിയോ, ഇതൊന്ന് ആയി വരാൻ സഹായിക്കും. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഉള്ളി, പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഒന്ന് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി തക്കാളി ഇട്ട് കൊടുക്കാം. ചേച്ചിക്ക് ചെറിയൊരു ചുമ എന്ത് പറ്റിയെന്നറിയില്ല. പല രീതിയിൽ മുട്ട ഗ്രേവിയോടെ വയ്ക്കാം, പല രീതിയിൽ വയ്ക്കാം. മുട്ട കുറേ രീതിയിൽ വയ്ക്കാം. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കുറച്ചും കൂടെ പെട്ടെന്നാവുമല്ലോ. 5 മിനിറ്റ് മതി ഇത് വയ്ക്കാൻ. ഇതാവുമ്പോൾ 1 മിനിറ്റ് 5 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ. ഇത് 2 മുട്ട ഉണ്ടെങ്കിൽ ഒരു കറിയായില്ലേ. അതുകൊണ്ടാണ് ചേച്ചി പെട്ടെന്ന് ഉണ്ടാക്കണം ഒരു ഇത്. അപ്പം നമുക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം മക്കളെ. കുരുമുളക് ഇട്ടു. ഇത് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാം. ബ്രെഡിൻ്റെ കൂടെ വെച്ചിട്ട് ഇങ്ങനെ കഴിക്കാം. ചേച്ചി ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇഷ്ടമാണ്. സമയം എടുക്കില്ലല്ലോ, പെട്ടെന്നാവുമല്ലോ. അതുകൊണ്ട് നമുക്കിതിൽ മല്ലിപ്പൊടി ഇടാം. ഒരു കൈ കണക്കാണ് കേട്ടോ ചേച്ചി ഇടുന്നത്. കുറേശ്ശേ വേണ്ടുള്ളൂ, ലേശം. ഇത് മല്ലിപ്പൊടി, ഇത് മുളക് പൊടി. കുരുമുളക് പൊടി ഇട്ട അവസ്ഥയ്ക്ക് ലേശം മതി. പിന്നെ ഇത് ചിക്കൻ മസാല. മുട്ടൻ്റെ മസാല കഴിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഇതാക്കി കൊടുക്കാം. ഒരു ലേശം ഒരു പൊട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പൊട്ട് മതി, അതൊന്ന് ആയി വരാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ചേച്ചിൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും ഇതുവരെ എനിക്ക് ആരും നെഗറ്റീവ് കമൻറ്റ് അയച്ചിട്ടില്ല. അതിന് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളോടൊക്കെ. ചേച്ചി ഒരു പാവമാണ് മെന്നെ. അപ്പോൾ നിങ്ങളെല്ലാവരും ചേച്ചിക്ക് സപ്പോർട്ട് ചെയ്യണടാ. അങ്ങനെ മുട്ട റോസ്റ്റ്, മുട്ട ഇട്ട് കൊടുക്കാം നമുക്കിന്ന്. 2 മുട്ട എടുത്തിട്ടുള്ളൂ കേട്ടോ ചേച്ചി, ഒരുപാടൊന്നും എടുത്തില്ല.
ഇത് നമ്മൾ പൊറോട്ട കഴിക്കുമ്പോൾ നമുക്ക് ഗ്രേവി വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചേച്ചിക്ക് ഗ്രേവി ഒന്നും വേണ്ട, അതുകൊണ്ടാണ്. അപ്പോൾ 5 മിനിറ്റ് കൊണ്ടാകുന്ന ഒരു ഫുഡാണിത്. അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡിയായി. അപ്പോൾ ചേച്ചി വീണ്ടും പറയാണ്, ഈ വീഡിയോ എല്ലാവരും കാണണം, ഷെയർ ചെയ്യണം. വീഡിയോ നന്നായിട്ടല്ല, സ്നേഹബന്ധങ്ങൾക്കിടയിൽ നമ്മുടെ സ്വന്തം എന്ന് കരുതുന്നവരെന്നും നമ്മുടെ ബന്ധുക്കാരാണ് മക്കളെ. അത് നമ്മുടെ സ്വന്തം ആവണമെന്നൊന്നുമില്ല. അതുകൊണ്ടാണ് ചേച്ചി പറഞ്ഞത്. നിങ്ങളിലൊരാളായി ചേച്ചിനെ. ശരി, ഓക്കെ, ബൈ. അപ്പോൾ ഇത് ചേച്ചി കഴിക്കുന്നത് വേണമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ചേച്ചി ഇന്ന് കഴിക്കുന്നത് 2 ബ്രെഡാണ്. 2 ബ്രെഡും ഒരു മുട്ടയും. ഗ്രേവി നല്ല ടേസ്റ്റ് ഉണ്ടേ. അപ്പോൾ നമുക്ക് കഴിച്ചാലോ മക്കളെ? കഴിക്കുക നമുക്ക്. ഇതാട്ടാ മുട്ട. ഈ ബ്രെഡിന് ഈ ഗ്രേവി നല്ല ടേസ്റ്റാണ്. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അതായത് ഈ ഗ്രേവി നല്ല ഒരു ഇതാണ്. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് 2 മുട്ട എടുത്തിട്ടേ. നല്ല ടേസ്റ്റ് ഉണ്ട്. തരട്ടെ? നിങ്ങളെ വന്നു കഴിഞ്ഞ് പറഞ്ഞാൽ ചേച്ചി ഉണ്ടാക്കി തരാം. പക്ഷെ ചേച്ചിനെ കണ്ടുപിടിച്ച് വരണം. എല്ലാം വരരുത് കേട്ടോ. എല്ലാവരും ഈ വീഡിയോ കാണണം, ചേച്ചിനെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം മക്കളെ. ഓക്കെ.